പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ കൺമണി ആകെ കൺഫ്യൂഷനിൽ ആയി പോവുകയും ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി എങ്ങനെ കൃഷിനെ കൺവിൻസ് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് തിരികെ വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി വരുണും മാനസിയും മുന്നിലേക്ക് കടന്നു വരുന്നത്. എടി, നിന്നോട് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞതല്ലേ? അത് നിങ്ങളല്ല പറയേണ്ടത്, മനസ്സിലായോ? മാനസിക്ക് ഇത് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല. എനിക്ക് യോഗ്യതയില്ലെന്നോ? പിന്നെ ആരാടി ഈ കാര്യമെല്ലാം നിന്നോട് പറയുക? കൃഷിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. കൃഷിൻ്റെയും എൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. നീ അതും പറഞ്ഞിരുന്നോ? ഞങ്ങൾക്കൊന്നും അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? മാറ്, ഞാൻ പോകട്ടെ. ഇതോടെ താലിയിൽ കയറി പിടിക്കുകയാണ് മാനസ. ഈ താലിയുടെ ബലത്തിലല്ലേ നീ ഇവിടെ കിടന്ന് ആട് കളിക്കുന്നത്? ഇത് വലിച്ചങ്ങ് പൊട്ടിക്കും ഞാൻ. കൈയെടുക്കടി. എൻ്റെ താലിയിൽ പിടിക്കുന്നു നീ. കൈയെടുത്തില്ലെങ്കിൽ നീ എന്തു ചെയ്യുമടി? കൊന്നുകളയും. അത് കേട്ട് ആകെ ഭയപ്പെടുകയാണ് ഇപ്പോൾ മാനസ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, കൊല്ലുമെന്ന് പറഞ്ഞ കൺമണി അത് ചെയ്തിരിക്കും. അത് ഈ താലിക്ക് വേണ്ടിയാകുമ്പോൾ എന്തായാലും. ഇതോടെയാകെ ഭയന്നു പോവുകയാണ് അവൾ. മാത്രവുമല്ല, ഇതോടെ കൺമണി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട വരുൺ, എന്താ മാനസേ, പേടിച്ചു പോയോ അവളുടെ ഭീഷണിയിൽ? പേടിച്ചു പോകാനോ? അവളെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീയൊക്കെ കണ്ടോ? മാനസയുടെ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ എന്ന് പറഞ്ഞ് മാനസയും അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യം കൃഷ് അറിയുന്നത്. ഇതോടെ കൃഷിന് വളരെയധികം സന്തോഷമാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.